പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ബണ്ണാർക്കട്ട യാത്ര തുടരുകയാണ്. തുടരുകയല്ല, തുടങ്ങിയാണ്. ഇതിപ്പോൾ പിന്നെ ഇലക്ട്രോണിക് മെട്രോ മെയിൻ സ്റ്റോപ്പാണ്. പിന്നെ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ നൈസ് റോഡിലേക്ക് കയറിയിട്ട് നൈസ് റോഡിൽ നിന്ന് ബണ്ണാർക്കട്ട റോഡിലേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് യാത്ര ചെയ്യാറ്. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഈ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ നൈസ് റോഡിലേക്ക് കയറുക. ഞങ്ങൾ ഇതിപ്പോൾ ഓലയല്ല യൂബറെന്ന് തോന്നുന്നു, യൂബർ വിളിച്ചിട്ടാണ് പോകുന്നത്. അത് കൂടുതൽ എളുപ്പം, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പോകാം. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട്. ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിന്ധു സതീശൻ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ ആയിട്ടാണ്. ബണ്ണാർക്കട്ടയിൽ പോവുകയാണ്. അതന്നെ, നമ്മൾ പിന്നെ ബണ്ണാർക്കട്ടയിൽ പോകണം. പിന്നെ ബാബ പറയല് പിന്നെ ബാബ എപ്പം പറയുന്നത് പറഞ്ഞാല് മണ്ണാർക്കട്ട പോകാന്ന്. ഞാൻ എപ്പം തിരിച്ചു മണ്ണാർക്കട്ടയല്ല, ബണ്ണാർക്കട്ട. എന്തായാലും പറയാം, വണ്ണാർക്കട്ട മണ്ണാർക്കട്ടയായിരുന്നു. അത് ഞാൻ അവസാനം അമ്മ എന്താ പറഞ്ഞേ? എന്റെ പ്രിയപ്പെട്ട അമ്മയാണ് പറഞ്ഞത്. യാത്ര അതല്ലേ, വലിയ തോതിൽ വേറെ അങ്ങനെ പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പോൾ പിന്നെ അനിയത്തി കുട്ടികളും, ഇത് അനിയത്തിൻ്റെ സീമന്തപുത്രിയാണ്. പിന്നെ മുമ്പിൽ മോനുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ബണ്ണാർക്കട്ടയിൽ പോകാൻ ഇനിയിപ്പോൾ കണ്ട അടിപൊളിയായിട്ട്. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, മാനസികമായിട്ടുള്ള കുറേ നാളായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു സന്തോഷം. പിന്നെ ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണം. അതിനുവേണ്ടി ഒന്ന് ബണ്ണാർക്കട്ടയിലൊക്കെ പോയി മനസ്സൊന്ന് ഫ്രീ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഷോപ്പൊക്കെ അടച്ചിട്ടില്ലത് അല്ലേ, ഷോപ്പൊക്കെ അടച്ചിട്ടുള്ളത്. ഇനിയിപ്പം പിന്നെ ഇവർ പോയിട്ട് ഇവരുടെ കൂടെ തന്നെ ഞാനും പോകുന്നു നാട്ടിലേക്ക്. ഏട്ടനുണ്ടാവും. പിന്നെ ഏട്ടൻ 1-2 ആഴ്ചയായിട്ട് വരുമായിരിക്കും. അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഓക്കെ. ഞങ്ങളെല്ലാവരും ബണ്ണാർക്കട്ടയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിയെന്നൊക്കെ പറയാം. ഇനി ഇതിനകത്തേക്ക് കയറിയിട്ട് വേണം എല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ. പിന്നെ ഇവിടെ വാവ ഇങ്ങനെ ഞെക്കുമ്പോൾ കൊണ്ടുവന്ന് വാവേനെ വേണമെന്നൊക്കെ പറഞ്ഞു. അത് മഞ്ചി എന്തോ വന്ന സംഭവം അറിയില്ല. ಏನು ಬೇಕು? Halo. ഭയങ്കര അതിഭീകരമായ കാറ്റത് ഊട്ടിയിലൊക്കെ പറഞ്ഞു. വാവക്ക് മറ്റേ ഈ ഇങ്ങനെ ഞെക്കുമ്പോൾ പൊന്തുന്ന സാധനം വേണം മറ്റു വാങ്ങാണ്ട് പോയതാ ഇങ്ങനെ ഇട്ടിട്ടില്ല. നമ്മളങ്ങനെ ബണ്ണാർക്കട്ട സൂപ്പർ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. സിന്ധേശി വ്ളോഗ് എടുക്കുന്നുണ്ട്. ആനക്ക് പന കൊണ്ട് തോന്നിയത് ബണ്ണാർക്കട്ട സൂപ്പർ പാർക്ക് അത് ഊരി എടുത്തിട്ട്
ഹായ്. ഇതെല്ലാം പറഞ്ഞിടത്തേ ഇവിടെ ബസ്സല്ല, ഇവിടെ തന്നെ ബസ് വരുന്നുണ്ട് സ്ഥലം. അതല്ലേ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ടാണ് മൺഡേ മ്യൂസിക് നല്ല ബന്ധിക്കല്ലേ. അതല്ലേ സൺഡേ ആണ് ഞാൻ എന്നാ പറഞ്ഞിട്ട് നല്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇന്നലെ വരാനാണ് തീരുമാനിച്ചത്. അപ്പം മുമ്പോട്ട് സൈഷേട്ടന് പറഞ്ഞു പിന്നെ ഭയങ്കര ഹോളിഡേ ആയിട്ട് അതായത് നമ്മളെങ്ങനെ യാത്ര ചെയ്യുമെന്ന് പിന്നെ ബണ്ണാർക്കട്ട പിന്നെ മൃഗങ്ങളെ കാണാണ്ട് പോകുമെന്ന് നാഷണൽ പാർക്കിലേക്ക് നാഷണൽ പാർക്കിലേക്ക് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരെല്ലാം വരുന്നുണ്ട്. അമ്മേ, വണ്ടി 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 ഭയങ്കര വെയിലുണ്ട് കേട്ടോ. വീട്ടിലത്തെ വെയിലിന് എല്ലാത്ത ചൂട് വന്നല്ലേ ഏട്ടാ. നല്ല ചൂടെല്ലാം ഉണ്ട്. വല്ലം ക്യാബ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതോ മേഡം മേഡം തന്നെ വിളിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. കുറേ നാളായിട്ടില്ല ഏട്ടാ പുറത്തിറങ്ങുന്നില്ല. അതിനിടക്ക് എപ്പം കച്ചവടം കസ്റ്റമർ അത് കാണും. ചായ ജ്യൂസ് അതിനിടക്ക് ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല ഏട്ടാ. അങ്ങനെ പോകുന്നത് അതല്ലേ. നമ്മളിപ്പോൾ പിന്നെ ബയോളജിക്കൽ പാർക്കിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ വന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇത് അതിനകത്തേക്ക് കയറിയിട്ട് വന്നിട്ടുള്ളതാണ്. ഭയങ്കര വെയിൽ. അപ്പോൾ ഇതിനകത്ത് എന്താ ഇല്ലെന്നറിയില്ല. അകത്ത് കയറിയതിന് ശേഷം എന്താണെന്ന് കാണിച്ചത്. നല്ല കവറിങ് ആണ്. ഇതിനകത്ത് മറ്റേ ചിത്രശലഭത്തിന്റെ പാർക്ക് എന്താ പെണ്ണിന്റെ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കല്യാണി കല്യാണി വാവേ വാവേ കേറിട്ട് അപ്പോഴത്തേക്ക് തുടങ്ങി. അത് ഒരുപാട് അമ്മേ 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 കല്യാണി ഹായ് പറ ഹായ് പറ. നമ്മളിപ്പോ ഈ ബൈക്കിൽ നമ്മളിപ്പോ എന്താ പറയാ ബണ്ണാർക്കട്ട സൂ പാർക്കിൽ വന്നിട്ടുള്ളത്. ഇത് കെട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഫോണാണ് ഫോൺ. അപ്പം ഇന്ന് ഈ ദിവസം നമ്മൾ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്. അതുകൊണ്ടാണ്